കൊല്ലം കുണ്ടറ കസ്റ്റഡി മർദ്ദന പരാതിയിൽ ആഭ്യന്തരമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറാൻ DGP ആരോപണം ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കേസ് അന്വേഷിക്കുമെന്ന് കൊല്ലം റൂറൽ SP ഷാജി സുഗുണൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. പോലീസ് വാഹനത്തിൽ വെച്ച് സിയാദിനെ പോലീസ് മർദ്ദിച്ചതിന് സാക്ഷിയാണെന്ന് കേസിലെ പരാതിക്കാരിയായ പെൺകുട്ടി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു. നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് കുണ്ടറ പോലീസ് സിയാദിനെ അറസ്റ്റ് ചെയ്തതെന്നും രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തി. കൊല്ലം കുണ്ടറ പോലീസ് കസ്റ്റഡിയിലെടുത്ത ശേഷം വിട്ടയച്ച കുണ്ടറ സൊസൈറ്റി മുക്ക് സ്വദേശി സിയാദ് ശനിയാഴ്ചയാണ് മരിച്ചത്. കസ്റ്റഡി മരണം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണെന്നും DGPയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. അതിനെപ്പറ്റി DGPയോട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഹെപ്പറ്റൈറ്റിസ് C വന്നതാണ് കാരണമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാലും ജില്ലാ ക്രൈംബ്രാഞ്ചിനോട് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. DGPയോട് റിപ്പോർട്ടും ചോദിച്ചിട്ടുണ്ട്. കേസ് ക്രൈംബ്രാഞ്ച് DYSP അന്വേഷിക്കുമെന്ന് കൊല്ലം റൂറൽ SP ഷാജി സുഗതൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഇതിനകത്ത് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മർദ്ദനം ഉണ്ടായി എന്നുള്ളൊരു പരാതി നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെ പരാതി വന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കേസ് നമ്മൾ DYSP അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ച് DYSP ആണ് ഈ കേസ് അന്വേഷിക്കുന്നത്. മർദ്ദനത്തിൻ്റെ ഒരു എവിഡൻസ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ട് വന്നിരുന്നു എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷെ നമ്മൾ CCTV മൊത്തം പരിശോധിച്ചാൽ അവിടെ വെച്ച് മർദ്ദിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് മരണകാരണം പറഞ്ഞിരിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് C ആണ്. ഗ്രേവ് ഇഞ്ചുറി ഇല്ല എന്നാണ് നമുക്ക് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. ഗ്രേവ് ഇഞ്ചുറി ഒന്നും അങ്ങനെ നട്ടൽ ചവിട്ടി പൊട്ടിച്ചെന്നോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ല. ആരോപണ വിധേയരായ SI അതുൽ, CPO ശ്രീജിത്ത് എന്നിവരിൽ നിന്ന് റൂറൽ SP വിവരങ്ങൾ തേടിയിരുന്നു. പോലീസിന് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നടപടി ഉണ്ടാകുമെന്നും റൂറൽ SP പറഞ്ഞു. സിയാദിനെ പോലീസ് പിടികൂടിയത് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തൽ. സംശയത്തിന്റെ പേരിൽ സിയാദിനെ കസ്റ്റഡിയിൽ വെച്ചത് നിയമവിരുദ്ധമായാണെന്നും ഇന്റലിജൻസ് റിപ്പോർട്ടിലുണ്ട്. മരണകാരണം ഹെപ്പറ്റൈറ്റിസ് C ബാധ മൂലമാണെന്നാണ് പോലീസ് ഭാഷ്യം. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷമേ മർദ്ദനമേറ്റിട്ടുണ്ടോ എന്നതിലടക്കം വ്യക്തത വരൂ. കേസിനെ സംബന്ധിച്ച പ്രാഥമിക വിവരം റൂറൽ SP ഇതിനകം DGPക്ക് കൈമാറിയിട്ടുണ്ട്. സിയാദിനെ വീട്ടിൽ നിന്ന് ഇറക്കുന്നത് മുതൽ സ്റ്റേഷനിൽ എത്തിക്കുന്നതുവരെ പോലീസ് മർദ്ദിക്കുന്നതിന് സാക്ഷിയാണെന്നും സിയാദ് നിലവിളിക്കുന്നുണ്ടായിരുന്നുവെന്നും കേസിലെ പരാതിക്കാരി ഇന്നലെയാണ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. പോലീസ് മർദ്ദനത്തെ തുടർന്നാണ് സിയാദ് മരിച്ചതെന്ന പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബവും. ന്യൂസ് മലയാളം, കൊല്ലം.